ഹലോ. ഇപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു അടിപൊളി വത്തക്ക ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ വത്തക്ക ഇങ്ങനെ ഫോണിൽ കാണുന്ന മാതിരി വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ചാടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വത്തക്ക എടുത്തുകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കട്ടോ. അപ്പോൾ കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ വീണ പാടുകളാണ് ഇപ്പോൾ കാണുന്നത് ഗൈസ്. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് കളിച്ചതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പാളിപ്പോയി കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഇപ്പോൾ വേനലൊക്കെ ആവുന്നുണ്ട്, നമുക്ക് കൂടുതൽ ശരീരത്തിന് വെള്ളമൊക്കെ ആവശ്യമല്ലേ. അപ്പോൾ നമുക്ക് ഈ വത്തക്കവെള്ളം കുടിച്ചാൽ കുറേ എനർജിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കുറേ കുടിച്ചാണ്, ചിലർക്കൊന്നും വെള്ളം കുടിച്ചാൽ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വത്തക്കവെള്ളമൊക്കെ ഒന്ന് കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ജ്യൂസും ആവും, എന്നാൽ ശരീരത്തിന് വെള്ളം കിട്ടും, അങ്ങനെ ആവും കേട്ടോ. അപ്പോൾ നമുക്കത് കുനുകുന അങ്ങനെ അരിഞ്ഞെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് മറ്റേ പീസും നമുക്ക് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കം പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ അരിയൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ വത്തക്ക ജ്യൂസ് തയ്യാറാക്കൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ പീസ് കൂടി ഒന്ന് മുറിച്ചിക്കാണ്ട് നമുക്ക് അരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വത്തക്ക നുറുക്കിയതൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സിയിലിട്ടെടുക്കട്ടോ. അപ്പോൾ കണ്ട് നമ്മൾ ഫുള്ള് ഇതാക്കിക്കാണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കുരു ഒന്ന് വലിച്ചു തരാം കേട്ടോ, കുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് ഇതാക്കണമൊക്കെ മിക്സിയിലിട്ട് കണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ലേശതിക്ക് പാല് പാരിട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാട്ടോ പാർന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാല് പാരുക. അപ്പോൾ പാല് പാർന്നിക്കൊണ്ട് പാല് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടാവുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാല് പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഷുഗർ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കണത്. പിന്നെ നമുക്ക് വെള്ളം നീട്ടിയാൽ മതി ഇതിലേക്ക്, പിന്നെയും വീണ്ടും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഷുഗർ ഇതിലേക്ക് ഇട്ടിക്കാണ്ട് പിന്നെ നമ്മൾ വെള്ളം നീട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വീണ്ടും മിക്സിയിൽ അരക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കസ്കസ് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ അത് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലാസ്ക് പാർന്നുകാണ്ട് നമുക്ക് നമ്മളുടെ കസ്കസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കസ്കസ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ കസ്കസ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ജ്യൂസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ. അപ്പോൾ കുഴങ്ങി വരുന്ന നേരത്തൊക്കെ നമുക്ക് തണുപ്പിച്ച് നമ്മൾ കുടിച്ചാണ്ടല്ലോ ഗൈസ്. മസ്റ്റായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലങ്കാരത്തിനായിട്ട് ഒരു വത്തക്ക അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ ഗൈസ്. താങ്ക് യു.